നമസ്കാരം. പെപ്പയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ജോലി ഒരു ഡ്രഡ്ജിങ് കപ്പലിൻ്റെ ഇൻസ്പെക്ഷനാണ്. അതിൻ്റെ ബോത്ത് റെസ്റ്ററും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊപ്പലറും ഒക്കെ നമുക്ക് ഇന്ന് ഇൻസ്പെക്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ലോഡ് ചെയ്ത് നേരെ പാം ജബലാലിയിലോട്ടാണ് പോകുന്നത്. ഇന്ന് വലിയ ജോലിയൊന്നുമില്ല, ജസ്റ്റ് ഇൻസ്പെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് 2 മണിക്കൂറോളം എടുക്കും പാം ജബലാലി എത്താനായിട്ട്. പ്രത്യേകിച്ച് ആർക്കും ഒന്നും തന്നെ ഈ സമയത്ത് ചെയ്യാനില്ലാത്തതുകൊണ്ട് മിക്കവരും ഉറക്കമായിരിക്കും വണ്ടികൾ. പാം ജബലാലി കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു സൈഡ് ഫുള്ളും കടലും ചെറിയ ചെറിയ ചെടികളും ഒരു മരുഭൂമി ടച്ച് തന്നെയാണ് അവിടെ. കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കടലിൽ നിന്നും മണലെടുത്ത് ഉണ്ടാക്കിയെടുത്ത ഐലൻഡാണ്. അങ്ങനെ ഞങ്ങൾ ജെട്ടി എത്തി. ഇതാണ് ഞങ്ങളുടെ സൂപ്പർവൈസർ അത്തോ, ഫിലിപ്പീനിയാണ്. അത്തോ പോയി ടഗിൻ്റെ ക്യാപ്റ്റനെ കണ്ടു ഷിപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് ഞങ്ങളെല്ലാം ലോഡ് ചെയ്യണം. ക്രെയിൻ പിക്കപ്പ് ആയതുകൊണ്ട് നല്ല എളുപ്പമാണ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്രെയിൻ ഉണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ക്രെയിൻ ഇല്ല? ആരെങ്കിലുമൊക്കെ ഈ ഒരു ക്രെയിൻ്റെ ബിസിനസ് തുടങ്ങിയാൽ നന്നായിരിക്കും. എല്ലാവരും ഫുൾ PPE മാത്രമേ ഈ ഒരു സൈറ്റിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ. വളരെ സ്ട്രിക്റ്റാണ് ഇവിടെ സേഫ്റ്റി. ഇതൊക്കെ താൽക്കാലികമായി സെറ്റ് ചെയ്യുന്ന ജെട്ടിയാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ ഷിപ്പിലോട്ടെത്താൻ. എല്ലാവരും വെയിലത്ത് നിന്ന് നല്ലതുപോലെ കുഴഞ്ഞു ചുട്ടുപൊള്ളുന്ന ചൂട. ജോലി ചെയ്തില്ലെങ്കിൽ പോലും ഉരുകിപ്പോകും. ഇതാണ് നമ്മൾ ഇന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോകുന്ന ഷിപ്പ്. ഇതൊരു ഡ്രഡ്ജിങ് ഷിപ്പാണ്. ദൂരെ നിന്ന് മണൽ ഡ്രഡ്ജ് ചെയ്തെടുത്ത് ഷിപ്പിൽ ലോഡ് ചെയ്ത് നമ്മുടെ ഈ ഐലൻഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അൺലോഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിൻ ജോലി. ഈ ഷിപ്പ് ഇങ്ങനെ ഷാലോ വാട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഹള്ളിരുന്ന് പോകും. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടും. അപ്പോൾ നമ്മൾ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഡൈവ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങാനാണ് അത്തോ പോകുന്നത്. അതോടൊപ്പം തന്നെ ഷിപ്പ് ലോക്കും ചെയ്യണം. ഞാനും എൻ്റെ ബഡ്ഡി ലക്ഷനുമാണെന്ന് ഡൈവ് ചെയ്യുന്നത്. സമയമായി ഇറങ്ങാൻ. എൻ്റെ ജോലി ലക്ഷൻ്റെ അംബ്ലിക്കൽ എവിടെയെങ്കിലും സ്റ്റക്കായാൽ അത് റിലീസ് ചെയ്ത് കൊടുക്കാനാണ്. ഞാൻ വേണം ആദ്യം ഇറങ്ങാൻ. കടലിൽ ഇറങ്ങുന്നതിന് മുമ്പ് കോംസും ബെയിലൗട്ടും മെയിനെയറും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഇതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് കടലിറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ നേരെ ഷിപ്പിൻ്റെ മുൻവശത്തേക്കാണ് പോകുന്നത്, ബൗ ഏരിയയിലോട്ട്. അവിടെ ബൗ ത്രസ്റ്റർ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യണം. ഈ ബൗ ത്രസ്റ്റർ എന്നാൽ ഒരു പ്രൊപ്പലർ തന്നെയാണ്, മുൻവശത്തുള്ള പ്രൊപ്പലർ. നമ്മുടെ ഷിപ്പിനെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം തന്നെയാണത്. ബൗ ത്രസ്റ്റാണ് 2 സൈഡിൽ ഓപ്പണിംഗ് ഉണ്ട്. ഒന്ന് റൈറ്റ് സൈഡിൽ സ്റ്റാർബോർഡ് സൈഡിലും അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ പോർട്ട് സൈഡിലും. ഈ 2 സൈഡിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം. ഡീപ്പ് തറവായിട്ട് അതിൻ്റെ ലീഫും എല്ലാം തന്നെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് ഒരു തരത്തിലും കുഴപ്പമില്ല എന്ന് തന്നെ നമ്മൾ ഉറപ്പ് വരുത്തണം. ഇൻ കേസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് എന്താണ് കുഴപ്പമെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് തന്നെ സൂപ്പർവൈസറിനോട് നമ്മൾ അവതരിപ്പിക്കണം.
ബോത്ത് റെസ്റ്ററിൽ നമ്മൾ നേരെ പോകുന്നത് ഫ്ലാറ്റ് ബോട്ടത്തിലോട്ടാണ്. ഫ്ലാറ്റ് ബോട്ടത്തിൽ നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് മേജർ ഡെൻസ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ പെയിൻറ്റ് ഇറോഷൻ, എവിടെയെങ്കിലും സ്ക്രാച്ച്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്, വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഒരു 6 ആക്ക് ആകൃതിയിലാണ് നമ്മൾ ഫ്ലാറ്റ് ബോട്ടം ഫുള്ള് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അവിടെ നേരെ നമ്മൾ പോണത് പ്രൊപ്പലറിലോട്ടാണ്. പ്രൊപ്പലർ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് പ്രൊപ്പലറിൻ്റെ ലീഫ്. പ്രൊപ്പലറിൻ്റെ ലീഫ് ക്ലോസ് ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇൻസ്പെക്ട് ചെയ്യും, എന്തെങ്കിലും ഡാമേജസ് ലീഫിനുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ അതിൻ്റെ ബോസ് കോണും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കും. അങ്ങനെ പ്രൊപ്പല്ലറിൻ്റെയും ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ്, ബോത്ത് റെസ്റ്ററും കഴിഞ്ഞ്, പ്രൊപ്പല്ലറും കഴിഞ്ഞ്, ഹള്ളും കഴിഞ്ഞ്, അതായത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പണിയും തീർന്നു. മേജറായിട്ട് ഒരു പ്രശ്നങ്ങളും ഈ ഷിപ്പിനില്ല. ബോത്ത് റെസ്റ്ററിനും ഇല്ല, അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് ബോട്ടത്തിലും ഇല്ല, ബാക്കിൽ പ്രൊപ്പല്ലറിലും ഇല്ല. സോ ഷിപ്പ് ഈസ് സേഫ്. ഷിപ്പിനൊരു കുഴപ്പമില്ല. ഷിപ്പിന് ഇനി അതിൻ്റെ ആ ഡ്യൂട്ടീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്കും തിരിച്ചു പോവാം. അപ്പം ഞങ്ങൾ നേരെ ടഗിലോട്ടാണ് പോണത്. ടഗിൽ നിന്ന് നേരെ ഞങ്ങൾ ആ കമ്പനിയിലേക്ക് പോവുകയാണ്. മറ്റ് നല്ലൊരു ഡൈവിംഗ് വീഡിയോ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീ പെപ്പെ സൈനിങ് ഓഫ്. ബൈ.